ഓക്കെ ഗായ്സ്, എന്തായാലും ഞാനിവിടെ ഇപ്പം എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ ഞാനൊക്കെ എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടായിരിക്കും ഞാൻ എന്താണ് ഇവിടെ എന്തായാലും നിൽക്കണേന്ന്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മുടെ ചേട്ടനെ കണക്കാണെങ്കിൽ നമ്മളെന്തായാലും ഈ ഒരു വണ്ടിയോടെ ഇവിടെ കൊണ്ടിട്ടിട്ട് ട്രെയിൻ ഇടിച്ച് എന്തായാലും ചെയ്തിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ ചത്തില്ല, നമ്മൾ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ വണ്ടി മൊത്തത്തിൽ എന്തായാലും പൊളിഞ്ഞ് എന്തായാലും ഒരു പരുവായിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ എന്തായാലും അടിച്ച് പൊട്ടിയൊരു പരുവായി ഫുള്ളായിട്ട് പോവുകയാണ്. വണ്ടി ഭാഗത്തിന് പൊട്ടിത്തെറിച്ചില്ല. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് ഫസ്റ്റ് എന്തായാലും സർവീസ് സെൻറ്ററിലോട്ട് പോയി വണ്ടി ഒന്ന് ശരിയാക്കിയിട്ട് എന്തായാലും വരാം. ഈ വണ്ടിയാണ് നേരെ ഓടുന്നത് പോലും ഇല്ല, ഫുള്ളി കംപ്ലൈൻ്റ് ആയി കിടക്കണം. മൊത്തത്തിലുണ്ട് എൻജിന്ന് പുക കാരണമുണ്ടൊക്കെ, പുക കാരണത് പ്രശ്നമാണ്. ഓക്കെ, എന്തായാലും വണ്ടിയാണ് പതുക്കെയാണ് എന്തായാലും ഓടണം. ഓക്കെ, ഫുള്ളായിട്ട് എന്തൊക്കെയോ അടഞ്ഞ് പോയേക്കാണ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് നേരെ സർവീസ് സെൻറ്ററിലോട്ട് ഓക്കെ, ഇവിടെ അടുത്ത് തന്നെ സർവീസ് സെൻറ്റർ ഉണ്ട്. ഓക്കെ, നല്ലൊരു ഇടിയാണ് ഇടിച്ചൊക്കെ. എന്നിട്ട് നമുക്ക് നേരെ ഇവിടെ ഫ്രണ്ടിനെ കാണാൻ എന്തായാലും പോകണം. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് ലെസ്റ്ററിലെ ഓക്കെ, അപ്പം അവനെ നമുക്ക് എന്തായാലും കാണാനായിട്ട് എന്തായാലും പോകണം. ഓക്കെ, എന്നാലേ നമ്മുടെ ചേട്ടൻ്റെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പുറത്തെ ബിൽഡിങ്ങാണ് സർവീസ് സെൻറ്റർ. ഓക്കെ, ഇത് ഓടുന്നത് പോലുമില്ല, ഫുള്ളി പോയി കിടക്കുകയാണ്. ഓക്കെ, എൻ്റെ അമ്പോ. അപ്പോൾ ഇതാണ് ഈ സർവീസ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ എന്തായാലും ശരിയാക്കിയിട്ട് എന്തായാലും കാണാം ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഈ വണ്ടി എന്നാലും ഫുള്ളായിട്ട് ശരിയാക്കിയിട്ട് എന്തായാലും വരാം. ഓക്കെ, ഓക്കെ ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടികളൊക്കെ ശരിയാക്കി കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ ഫുള്ളായിട്ട് നല്ല പൊളിഞ്ഞ ഡോറെല്ലാം ശരിയാക്കി പുതിയത് വെച്ച് കംപ്ലീറ്റ്ലി ശരിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് ഫുള്ളായിട്ട് എൻജിനൊക്കെ മൊത്തത്തിൽ ശരിയാക്കി ഫുള്ളി കണ്ടീഷനാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് എന്തായാലും നേരെ എന്തായാലും നമുക്ക് ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് എന്തായാലും പോക്കെ. ലെസ്റ്റർ വീട്ടിലല്ല താമസിക്കുന്നത്, ലെസ്റ്റർ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. നമുക്ക് എന്തായാലും കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ, ഇന്ന് ചേട്ടൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആക്കിയിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും വണ്ടി കൊണ്ട് എന്തായാലും കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തായാലും ലെസ്റ്ററിനൊക്കെ എന്തായാലും താമസിക്കുന്ന ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വണ്ടിയും കണക്ക് എന്തായാലും സൈഡിലോട്ട് എന്തായാലും കൊടുക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ചേട്ടൻ്റെ ലൊക്കേഷനിൽ കണക്ക് എന്തായാലും നോക്കിയിട്ട് എന്തായാലും വരാൻ കഴിച്ചത്. അപ്പം എന്തായാലും
നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും നോക്കിയിട്ട് എന്തായാലും വരാം. ഓക്കെ ഓക്കെ ഗായ്സ്, അങ്ങനെ ഫൈനലി നമുക്ക് എന്തായാലും ലൊക്കേഷനിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് എന്തായാലും ഒളിച്ചെന്തായാലും ഇരിക്കുകയാണ് വെച്ചാൽ ചേട്ടൻ സത്യത്തിൽ അറിയാമെന്ന് അറിഞ്ഞണം നമ്മൾ ചത്ത കാര്യം. ഓക്കെ എനിക്ക് തോന്നുന്ന ചേട്ടൻ വിചാരിക്കണം നമ്മൾ ചത്തത്. എന്നാലും പുള്ളി എനിക്ക് തോന്നുന്നു ഇന്ത്യ വിടാനുള്ള പ്ലാനിങ്ങുകളൊക്കെ ആയിരിക്കും. പുള്ളി ചിലപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും പോകണമായിരിക്കും. എന്തായാലും നമ്മുടെ ആ ചേട്ടൻ്റെ ലൊക്കേഷൻ കിട്ടി. നമ്മുടെ എയർപോർട്ട് തൊട്ട് ബാക്കിലായിട്ടൊരു കാറും വെച്ചുകൊണ്ടിരിപ്പുണ്ട്. ഓക്കെ കാറെന്ന് പറയുമ്പോൾ താറാണ് കേസ്. ഓക്കെ അപ്പോൾ നമ്മുടെ ചേട്ടനും കാലൊക്കെ എന്തായാലും ഒരു താറും കൂടെ എന്തായാലും അടിച്ചു മാറ്റിയിട്ട് എന്തായാലും ഇന്നലെ നമ്മളെന്തായാലും ഒരു ബ്ലൂ കളർ മോഡിഫൈഡ് താറ് കത്തിച്ചളയില്ല. അത് ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ നിന്നെന്തോ അടിച്ചെടുത്തതാണ്. ഓക്കെ എന്നിട്ട് വലിയ ചേസൊക്കെ ഉണ്ടായി. ഓക്കെ നമ്മുടെ ലെസ്റ്റർ ഹാക്ക് ചെയ്ത് കണ്ടുപിടിച്ചത്, അല്ലാതെ അയാളുടെ സ്വന്തം വണ്ടിയല്ല. ഓക്കെ പിന്നെ അയാൾ വേറൊരു മഹീന്ദ്രയുടെ ഷോറൂമിൽ നിന്ന് എന്തായാലും താറടിച്ച് മാറ്റി. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണെന്നാണ് പറയുന്നത്. നൈസായിട്ട് നോക്കിയോ താറോ എല്ലാം കാണാം. ഓക്കെ ഗൈസ്, അവിടെ താറ് എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ എൻ്റെ മോനെ ആ ചേട്ടൻ തന്നെയാണ്. നമുക്ക് ഒന്ന് നോക്കട്ടെ, എൻ്റെ ബാക്കിൽ കൊണ്ട് ഒരൊറ്റ ഇടിയാൻ കൊടുക്കുക. എൻ്റെ മോനെ ഗൈസ്, നമ്മളങ്ങനെ ചേട്ടൻ്റെ താറിൽ കൊണ്ടങ്ങനെ ഒരൊറ്റ ഇടിങ്ങളെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ ആ വണ്ടികളൊക്കെ മറിഞ്ഞായിട്ട്. ഓക്കെ എന്തായാലും നമുക്ക് നൈസായിട്ട് എന്തായാലും ഒരു ഇടിയും കൂടെ എന്തായാലും കൊടുക്കാം. ഓക്കെ എൻ്റെ മോനെ ഇന്ന് ചേട്ടൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് തന്നെ കാര്യം. ഓക്കെ എൻ്റെ ആ മൊത്തത്തിലങ്ങ് അടിച്ച് പൊട്ടിക്കാൻ. ഓക്കെ ഇന്ന് ചേട്ടൻ്റെ കാര്യം തീരുമാനമാക്കണം. ഒന്നും കാണാനില്ല. ഇയാളുടെ വണ്ടി നശിപ്പിച്ച അയാൾ. അപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നു അങ്ങോട്ടെങ്കിലും എസ്കേപ്പായും കാണുമായിരിക്കും. ഓക്കെ എന്തായാലും എനിക്ക് അറിയത്തില്ല ഗൈസ്. ഓക്കെ ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഫ്രാങ്ക്ലിനും കാണൊക്കെ എന്തായാലും വന്ന് നമ്മുടെ കാറിലും കാണൊക്കെ എന്തായാലും കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. നമ്മുടെ താറാണെങ്കിൽ പൊളിഞ്ഞൊരു പണ്ടാറാണ്. ഞാൻ കഷ്ടപ്പെട്ട് എന്തായാലും അടിച്ചു മാറ്റിയെടുത്ത താറാണ്. ഇന്ന് ഇവൻ്റെ കാറിൻ്റെ കാര്യം തീരുമാനമാക്കിയിട്ട് എൻ്റെ കാര്യമൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി എന്തായാലും വെട്ടിച്ചെന്തായാലും പൊട്ടിച്ചിട്ടെന്തായാലും ഉണ്ട്. എൻ്റെ മോനെ നമ്മുടെ താറൊരു പരുവേ നമുക്ക് എന്തായാലും കത്തിച്ചെന്തായാലും ഇവിടെ. ഓക്കെ അവ വണ്ടിയുടെ ബാക്കിൽ കാണൊക്കെ ഒളിച്ചിരിക്കണം. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ താറും എടുത്തുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും സ്ഥലം വിടാം. ഓക്കെ എന്തായാലും ഈ അവൻ്റെ വണ്ടി ഡാമേജ് കൊണ്ട് വരാൻ ചാൻസ് ഇല്ല. എന്തായാലും നമുക്ക് എന്തായാലും കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ നമുക്ക് എന്തായാലും എങ്ങോട്ടെങ്കിലൊക്കെ എന്തായാലും പോവാൻ കഴിച്ചു. ഓക്കെ എന്തായാലും അവൻ എന്തായാലും ഇനി നമ്മൾ എന്തായാലും വരാൻ ചാൻസ്. എൻ്റെ മോനെ കഴിച്ചു നമ്മുടെ താറുകളൊക്കെ നൈസായിട്ട് എന്തായാലും ആക്സിഡൻറ്റുകളൊക്കെ എന്തായാലും ആയിട്ടെന്തായാലും ഉണ്ട്. എൻ്റെ മോനെ ഓക്കെ ഗൈസ്, എന്തായാലും ചേട്ടനെ കാണാൻ എന്തായാലും താറെടുത്ത് നൈസ് റോഡ്. ഞാനാണ് ഇതിൻ്റെ ബാക്കിൽ ഒളിച്ചിരുന്നിട്ട് ചേട്ടനെ കണ്ടില്ല. ഓക്കെ എന്തായാലും ചേട്ടൻ എന്തായാലും വണ്ടി കൂടെ കത്തിച്ചിട്ട് ചേട്ടൻ ഇവിടെ ആക്സിഡൻ്റ് ആയി വീണതാണ്. അവിടെ ഒരു വണ്ടി ഒന്ന് പുകയുടെ കാണാം. നമ്മുടെ വണ്ടി പിന്നെ ഡാമേജ് ആയിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും വണ്ടി നല്ല രീതിയിൽ പുകയും കണക്കെ വരണ്ട. എൻ്റെ മോനെ വണ്ടിയുടെ ഒരു ഡോർ പോയി നൈസായിട്ട്. എന്തായാലും ഒന്നും നോക്കണ്ട, അവൻ ഇന്ന്
നശിപ്പിച്ചിട്ട് അതിന് കാര്യമില്ല. അവൻ്റെ താറ് കൊണ്ട് ഒറ്റ ഇടി കൊടുത്തിട്ടുണ്ട് എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അവൻ്റെ വണ്ടിക്കിട്ട് നൈസായിട്ട് നല്ല രീതിക്കുള്ള ഇടിങ്ങളൊക്കെ എന്തായാലും കൊടുത്തിട്ട് എന്തായാലും തന്നെ എന്തായാലും ഉണ്ട്. ഓക്കെ, വണ്ടിയുടെ ഡോർ പോലും കുഴപ്പമില്ല, അവൻ്റെ താറിൻ്റെ കാര്യം എന്തായാലും തീരുമാനമാക്കണം. നമുക്ക് നൈസായിട്ട് നല്ല വണ്ടി എടുത്ത് നൈസായിട്ട് ഇടിച്ചെന്നാലും അതിനെ ഒരു സൈഡിലോട്ട് എന്തായാലും മാറ്റി എന്നാലും ഇടാം. ഓക്കെ, എന്തായാലും നൈസായിട്ട് എന്തായാലും ഗൈസ് എന്തായാലും നമുക്ക് എന്തായാലും ഇടിച്ചെന്നിടാം. എൻ്റെ മോനെ അങ്ങനെ ചേട്ടൻ്റെ താറ് നമ്മളങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ വണ്ടിയുടെ കാര്യം തീരുമാനമായിട്ടുണ്ട്. നമുക്കെന്തായാലും നൈസായിട്ട് ഇവിടെ എന്തായാലും വണ്ടിയും ഞങ്ങളൊക്കെ എന്തായാലും പാർക്ക് ചെയ്ത് എന്തായാലും ഇടാൻ കേസൊക്കെ എന്തായാലും ചേട്ടനെ എന്തായാലും പോയി എന്തായാലും പിടിക്കാൻ കഴിയും നമുക്കൊക്കെ. എന്തായാലും ചേട്ടനെ പിടിക്കാം. ഓക്കെ, ഓക്കെ ഗൈസ്, എന്തായാലും ഫ്രാങ്ക്ലിനാണെങ്കിൽ എന്നാൽ പിന്നെ എന്തായാലും ഇടിച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഓക്കെ ഗൈസ്, എന്തായാലും നമ്മുടെ CJ-ങ്ങളൊക്കെ എന്തായാലും പിന്നെ എന്തായാലും വന്നെന്തായാലും ഇടിച്ചിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. തന്നെ എൻ്റെ മോനെ നമ്മുടെ വണ്ടിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്കെന്തായാലും ഒന്നും നോക്കണ്ട, CJ-യുടെ വണ്ടി എങ്ങനെയാച്ചാൽ അങ്ങ് പൊട്ടിച്ചെന്തായാലും അങ്ങ് കളയാം. ഇനി CJ-ക്ക് വണ്ടി വേണ്ട. എൻ്റെ മോനെ ഞാനങ്ങനെ നൈസായിട്ട് എന്തായാലും CJ-യുടെ വണ്ടിങ്ങളൊക്കെ എന്തായാലും അടിച്ചെന്നാലും പൊട്ടിച്ചിട്ട് എന്തായാലും ഉണ്ട്. എൻ്റെ മോനെ CJ ഇവിടെ നിന്ന് എനിക്കൊരു പിടിയും തന്നെ ഇല്ല. നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മൾ താറും എടുത്തുകൊണ്ട് നമുക്ക് എന്തായാലും എങ്ങോട്ടെങ്കിലും പോയി എസ്കേപ്പുകളൊക്കെ എന്തായാലും ആവാനായിട്ട് എന്തായാലും നോക്കാൻ കഴിച്ചൊക്കെ. എന്തായാലും നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ താറും എടുത്തുകൊണ്ട് എന്തായാലും പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ വണ്ടി നമ്മുടെ താറുകളൊക്കെ അങ്ങനെ എടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമുക്കപ്പോൾ നൈസായിട്ട് നമുക്ക് ഈ ഒരു താറുകളൊക്കെ കൊണ്ട് നേരെ എന്തായാലും എങ്ങോട്ടെങ്കിലും പോയി എന്തായാലും എസ്കേപ്പുകളൊക്കെ എന്തായാലും ഓക്കെ. എന്തായാലും CJ നമ്മുടെ പുറകെ തന്നെ എന്തായാലും ഉണ്ട്. അവൻ്റെ കാറും എല്ലാം ഒന്ന് കത്തിച്ചാണല്ലോ, അതുകൊണ്ടാണ്. എൻ്റെ മോനെ കേസ് നമ്മൾ നൈസായിട്ട് പിന്നെ ഒരു വണ്ടി കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ അങ്ങനെ തെറിച്ചെന്തായാലും വീണിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, എൻ്റെ മോനെ നമുക്ക് ഒട്ടും തന്നെ വയ്യ, നമ്മളൊരു പരിവായി, ബ്ലഡൊക്കെ ഇവിടെ താഴെ കിടക്കുകയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പോയി നമ്മുടെ വണ്ടികളൊക്കെ എന്തായാലും പോയി എടുക്കാം. നമ്മുടെ വണ്ടിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകട്ടെ. അത് പൊളിഞ്ഞ് തവിട് പൊടിയായിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയോ ഇളകി പോണ ഗൈസ്, എനിക്കൊരു പിടിയും തന്നില്ല. ഓക്കെ, എൻ്റെ അമ്മയെ വണ്ടി ഓടുമെന്ന് എനിക്ക് കണ്ടറിയാം. ഓക്കെ, എന്തായാലും വണ്ടി ഓടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, എൻ്റെ അമ്മയെ പിന്നെ അടിച്ചൊക്കെ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ എന്തായാലും കത്തിച്ചെന്തായാലും ഇവിടെ. ഓക്കെ, CJ പുറകെ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ആമ്പോ പിന്നെ ഇടിച്ചു ഗൈസ്. ഓക്കെ, ഇതെന്താണ് ഈ താറിൻ്റെ കൺട്രോൾ മൊത്തം പോയെന്ന് തോന്നുന്നു. വണ്ടി ഒഴുക്കത്തെ ഇടിങ്ങാനൊക്കെയാണ് ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ എന്നാൽ പോയി. എൻ്റെ മോനെ ഗൈസ് നൈസായിട്ട് പണി പാളി. നമ്മുടെ തങ്ങളാണ് വേറൊരു വണ്ടി കൊണ്ടെന്നാലും ഇടിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവിങ് ഒട്ടും മോശം അല്ല ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് തന്നെ നൈസായിട്ട് ഓഫ് റോഡ് പിടിച്ച് അങ്ങനെ രക്ഷപ്പെടാം. എൻ്റെ മോനെ ഇതെന്താണ് സെയിം ഗൈസ്. ഓക്കെ ഗൈസ്, നൈസായിട്ട് വണ്ടിയും കണക്കെ എന്തായാലും പുറകിലോട്ട് എന്തായാലും പോകണമെന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് വണ്ടി പിടിക്കാം. എൻ്റെ മോനെ ഗൈസ് നൈസായിട്ട് പണി പാളി. നമ്മുടെ താറും കണക്കെ നൈസായിട്ട് എന്തായാലും വെള്ളത്തിലെന്തായാലും വീണിട്ട് എന്തായാലും ഉണ്ട്. എൻ്റെ മോനെ ഗൈസ്, നമുക്ക് ഒന്നും നോക്കണം, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. ഓക്കെ, എൻ്റെ ആകുമ്പോൾ നമുക്കെന്തായാലും നടന്നെന്തായാലും പോയെന്തായാലും നല്ല ഇതെന്തെങ്കിലും പിടിച്ചാലും പോയെന്തായാലും രക്ഷപ്പെടാം. ഓക്കെ, ഓക്കെ ഗൈസ്, എന്തായാലും നമ്മളങ്ങനെ ഫൈനലി എന്തായാലും ഇവിടെ വരെ വന്നിട്ടുണ്ട്. നമ്മുടെ GTR-നൊക്കെ ചേട്ടൻ എന്തായാലും നൈസായിട്ട് എന്തായാലും അടിച്ചെന്തായാലും പൊട്ടിച്ചിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഇവിടെ എന്തായാലും ചേട്ടനെ ഞങ്ങൾക്ക് കണ്ടിട്ട് എന്തായാലും ഇല്ല ഗൈസ്. എന്തായാലും ഇവിടെ ചേട്ടൻ്റെ വണ്ടിങ്ങളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളെന്തായാലും ഈ ഒരു സെക്കൻഡ് പാർട്ട് എന്തായാലും ഇവിടെ വെച്ച് എന്തായാലും വൈൻഡപ്പ് ചെയ്യാനായിട്ട് എന്തായാലും പോകണം. ഓക്കെ, ഇതിൻ്റെ
തേർഡ് പാർട്ടായിട്ട് നമ്മളെന്തായാലും അടുത്ത ദിവസം എന്തായാലും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.